നമസ്കാരം, ഫേഡഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന ഈ രാജ്യത്ത് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അത്ഭുതമോ അമ്പരപ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലെ? ഇന്ന് പല പത്രങ്ങളും വളരെ അപ്രധാനമായ രീതിയിൽ കൈകാര്യം ചെയ്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഒന്ന് കാണണം. എത്ര പേർ അത് വായിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. അട്ടിമറിയിലൂടെ BJP വിജയിച്ച ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ, അതായത് നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ കൃത്രിമം നടന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത വേണ്ട ഒന്നാണ് വോട്ടെടുപ്പ്. അവിടെ കൃത്രിമം കാണിച്ചിരിക്കുന്നു BJP എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുള്ള വാർത്തയുണ്ട് പത്രങ്ങളിൽ. വോട്ടെടുപ്പിൽ ജനപിന്തുണ ലഭിച്ച് അധികാരത്തിലെത്താൻ കഴിയാതിരുന്നാൽ ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കുക എന്ന പുതിയ രാഷ്ട്രീയ രീതി വികസിപ്പിച്ചെടുത്ത് വിജയിപ്പിച്ചിരിക്കുന്നു BJP. ബീഹാറിലും മധ്യപ്രദേശിലും കർണാടകയിലും ജാർഖണ്ഡിലും ഗോവയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ നമ്മൾ ഇത് കണ്ടു. ഈ ഹീനതന്ത്രം അതിഗംഭീരമായി BJP പ്രയോഗിക്കുകയും ചെയ്തു. റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ ചരിത്രവും കഥയും ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കണം. 1982 ഹരിയാനയിലാണ് റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഊന്നിയതെങ്കിലും അതിന്റെ നാടകീയത മുഴുവൻ നിറഞ്ഞു നിന്നത് കർണാടകയിലാണ്, അതായത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ്. 1983 കർണാടകയിൽ ജനതാ പാർട്ടി നയിച്ച മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയാണ് റിസോർട്ട് രാഷ്ട്രീയം കർണാടകയിൽ എത്തിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കർണാടകയിൽ വലിയ രീതിയിലുള്ള ജനാധിപത്യ കുതിരക്കച്ചവടമാണ് നടന്നത്. 2008-2010 കാലം BS യെദ്യൂരപ്പ ഈ കല ഏറ്റവും രസകരമായി ഉപയോഗിക്കുകയും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ വിശ്വാസ വോട്ട് നേടിയത് ഈ കാലയളവിൽ 4 തവണയാണ്. ഈ 4 തവണയും MLA നമ്മുടെ ഈ കേരളത്തിലും ഗോവയിലെയും ഒക്കെ റിസോർട്ടുകളിൽ താമസിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അതിൽ രക്ഷപ്പെട്ടത്. ഇത് ഒരു വിജയിക്കുന്ന തന്ത്രമായി BJP മാറ്റുകയും ചെയ്തു. 2017 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA വേട്ടയാടാനുള്ള ശ്രമങ്ങളെ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ വിജയകരമായി തടഞ്ഞു. ഗുജറാത്തിൽ നിന്നുള്ള 44 MLA കോൺഗ്രസ് ഒരാഴ്ചയോളം ബദാദി റിസോർട്ടിൽ താമസിപ്പിച്ചു. കൂടയിൽ നിന്ന് ചാടിപ്പോകരുതല്ലോ. 2018 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യം തലകുനിച്ച റിസോർട്ട് രാഷ്ട്രീയത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. 224 സീറ്റ് ആകെയുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 112 സീറ്റ് വേണം. അധികാരത്തിലേറിയ BJP സർക്കാരിന്, അതായത് സിദ്ധരാമയ്യയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായത്, ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് ദൾ സഖ്യം താഴെയിറക്കി. പക്ഷേ ഒരു വർഷത്തിനകം തന്നെ കോൺഗ്രസ് ബാനറിൽ ജയിച്ച MLA രാജിവെക്കുകയും BJP താവളം തേടുകയും ചെയ്തു. BJPക്കെതിരെ വോട്ട് ചെയ്ത മനുഷ്യരെ മുഴുവൻ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന പ്രതീതി ഇതേ തുടർന്ന് രാജ്യമൊട്ടാകെ ഉണ്ടായി. കോൺഗ്രസിൽ വലിയൊരു വിമത വിഭാഗം കർണാടകയിൽ രൂപപ്പെടുകയും BJPയുടെ ചാക്കിട്ടുപിടുത്തം കാരണമാണെന്ന് ആരോപണമുയരുകയും ചെയ്തു. അതായത് കോൺഗ്രസിന്റെ ബാനറിൽ ജയിക്കുക, BJPയുടെ പാളയത്തിലേക്ക് പോവുക, ഇതായിരുന്നു ലൈൻ. കോടികൾ കൊടുത്ത് കോൺഗ്രസ് MLA BJP വിലയ്ക്ക് വാങ്ങുകയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ടായി. തുടർന്ന് കോൺഗ്രസ് ദൾ സർക്കാർ, അതായത് HD കുമാരസ്വാമി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട നിലയിലേക്ക് കന്നഡ രാഷ്ട്രീയം അങ്ങ് മാറി. പക്ഷെ വിമത MLA പിന്തുണച്ചില്ലെങ്കിൽ സർക്കാർ താഴെ വീഴുമെന്ന് ഉറപ്പാണ്. പിന്നീട് നെറികെട്ട രാഷ്ട്രീയ കളികൾക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജിവെച്ച 10 MLA BJP MP രാജീവ് ചന്ദ്രശേഖറിന്റെ വിമാനത്തിൽ മുംബൈയിലെത്തി. 10 കോൺഗ്രസ് MP അത് ഓർക്കണം. അന്ന് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന കാലമാണ്. ഹൈക്കമാൻഡിന്റെ ഫോൺ കോളുകൾ എടുക്കുകയോ ഒന്ന് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഈ ആഡംബര ഹോട്ടലിൽ ഇവരൊക്കെ വളരെ സുരക്ഷിതരായി സുഭിക്ഷമായി കഴിയുകയാണ്. ഹൈക്കമാൻഡ് ഇങ്ങനെ തുടർച്ചയായി വിളിക്കുന്നു, പക്ഷെ ഇവരൊന്നും തന്നെ ഈ ഫോൺ കോളുകൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. അടുത്ത ദൗത്യം ശിവകുമാറിനാണ്. DK ശിവകുമാർ കർണാടകയിൽ നിന്ന് പറന്നെത്തുന്നു മുംബൈയിലേക്ക്. MLA താമസിക്കുന്ന ആഡംബര ഹോട്ടലിന് മുന്നിലെത്തുന്നു. എന്നാൽ അദ്ദേഹത്തെ ഹോട്ടലിനകത്ത് പ്രവേശിപ്പിക്കാൻ സെക്യൂരിറ്റി ജീവനക്കാർ തയ്യാറായില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളെ കാണാൻ എത്തിയതാണ്, അവരുമൊത്തൊരു കോഫി കഴിച്ച ശേഷം മടങ്ങിക്കൊള്ളാമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ പോലും അന്ന് ആരും തയ്യാറായില്ല. തുടർന്ന് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പോലീസ്, അതായത് BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് നീക്കി. പണത്തിന് മുന്നിൽ സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവർ പിന്നീട് BJP പാളയത്തിലെത്തി. ജനാധിപത്യത്തിന്റെ നൈതികത കശാപ്പ് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്.